ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് ഓശാന ഞായർ. കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് സഖരിയ പ്രവാചകൻ വെളിപ്പെടുത്തിയ ഒരു പ്രവചനം പൂർത്തീകരിക്കപ്പെട്ട നിമിഷമായിരുന്നു ഓശാന. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഈ പ്രവചനത്തെക്കുറിച്ച് സുവിശേഷകനായ മത്തായി ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രിയോട് നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു. രാജാക്കന്മാർ യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്താണ്, എന്നാൽ യേശു യാത്ര ചെയ്തത് കഴുതപ്പുറത്താണ്. ഒരു കുതിരയെ കിട്ടാതിരുന്നത് കൊണ്ടല്ല, 500 വർഷം മുമ്പ് എഴുതപ്പെട്ട പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു അത്. മാത്രമല്ല, യഹൂദന്മാരുടെ രാജാവ് താഴ്മയുടെയും സമാധാനത്തിൻ്റെയും രാജാവാണെന്നും അവൻ വരുന്നത് റോമൻ ഗവൺമെൻറ്റിനെ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താനല്ല, മറിച്ച് സമാധാനത്തിലൂടെ തൻ്റെ സ്നേഹ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ളതാണെന്നും യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ അടയാളവും കൂടിയായിരുന്നു ഓശാന. ഈന്തപ്പനയുടെ കുരുത്തോല യഹൂദന്മാരുടെ ദേശീയ ചിഹ്നമായിരുന്നു. ഇസ്രായേലിൻ്റെ രാജാവെന്ന് യേശുവിനെ വിളിക്കുന്നതിലൂടെ വരുവാനുള്ള രാജ്യത്തെ, അതായത് സ്വർഗരാജ്യത്തെ ഭരിക്കുന്ന രാജാവായി വെളിപ്പെടുത്തുന്നു. കൂടാതെ യേശു യെരുശലേമിൽ പ്രവേശിച്ച പുരാതന ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ശലോമോൻ രാജാവായപ്പോൾ പ്രവേശിച്ചതുപോലെയായിരുന്നു. ഓശാന എന്ന എബ്രായ പദത്തിന് രക്ഷിക്കുക, വിടുവിക്കുക എന്നാണ് അർത്ഥം. ഇന്ന് യേശു കഴുതപ്പുറത്തെഴുന്നള്ളി രാജാവായി വരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്, ജീവിതത്തിലേക്കാണ്. ആർപ്പ് വിളിയോടെ നമുക്കെതിരേൽക്കാം. സഖരിയാവ് 9:9. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ആർത്ത് ഘോഷിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.